പുതിയതായി ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി ബൈപ്പാസിന്റെ ക്രെഡിറ്റിനായി BJP CPIM പോര് തുടരുകയാണ്. BJPയുടെ റോഡ് ഷോയ്ക്ക് ശേഷം സംസ്ഥാന മന്ത്രിമാരുടെ ബസ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി KSRTC ഡബിൾ ടക്കർ ബസ്സിൽ നിന്ന് സജോ ദേവസ്യമുണ്ട്. സജോ, തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും രണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾക്കാണ് കൂടുതൽ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഉറപ്പായും സ്വാഭാവികമാണ്. എങ്ങനെ പുരോഗമിക്കുന്നു ഇരു കൂട്ടരുടെയും യാത്രകൾ, സജോ? ഹാഷ്മിയ, അങ്ങനെ സ്വാഭാവികമായും ഈ ഒരു വലിയ വികസന പദ്ധതിയാണ്. ആ പദ്ധതി സംബന്ധിച്ചുള്ള അവകാശവാദങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അതായത് BJPക്ക് അത് കേന്ദ്രത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട പദ്ധതിയെന്ന് സ്വാഭാവികമായി അവകാശപ്പെടാൻ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായുള്ള റോഡ് ഷോയൊക്കെ അവർ സംഘടിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, ഒപ്പം നിയമസഭാ സ്പീക്കർ AN ഷംസീർ, അദ്ദേഹവും ഡബിൾ ടക്കർ ബസ്സിൽ ഈ പാതയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു 4.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പുണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി. അത്രയും സുദീർഘമായ ഒരു കാത്തിരിപ്പിന് ശേഷം ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്ന സവിശേഷതയുണ്ട്. ഒപ്പം ദേശീയപാതയുടെ ഒരു പ്രധാനപ്പെട്ട റീച്ചാണ് എന്ന നിലയ്ക്കുള്ള പ്രാധാന്യമുണ്ട്. അങ്ങനെ ആ നിലയ്ക്കൊക്കെ, അതായത് രാഷ്ട്രീയമായി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ ബന്ധിപ്പിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കുള്ള പ്രാധാന്യം കൂടിയുണ്ട്. കാരണം വടകര പാർലമെൻറ്റ് മണ്ഡലം, ഒപ്പം കണ്ണൂർ ലോക്സഭ, രണ്ട് മണ്ഡലത്തെയും ഇത് യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ, അത് NDA സ്ഥാനാർത്ഥികളും ഒപ്പം LDF സ്ഥാനാർത്ഥികളും പ്രത്യേകം റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് വിഷയം കൂടി ഇതാകുന്നുണ്ട് എന്ന ഒരു പ്രാധാന്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇതൊരു തിരഞ്ഞെടുപ്പ് വിഷയമാണ്. ആരാണ് ഈ പദ്ധതി നടപ്പാക്കിയത്, അതിൻ്റെ അവകാശവാദങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റേതായ അവകാശവാദമുണ്ട്. വളരെ വേഗത്തിൽ, അതായത് 2018 ഇടത് സർക്കാർ അധികാരമേറിയതിനു ശേഷം ഈ അക്വിസിഷൻ വളരെ വേഗത്തിലാക്കി. അങ്ങനെയാണ് ഈ ഇത്രയും വേഗത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. ഒപ്പം ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി പ്രത്യേക തുക ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ, അതായത് 20% സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര വേഗത്തിൽ പദ്ധതി നടപ്പായതെന്ന് പറയുന്നു. ഒപ്പം BJP അവരുടെ അവകാശവാദം തുടരുന്നു. എന്തു തന്നെയാണെങ്കിലും നാടിന് ഈ പദ്ധതി ഏതായാലും വളരെ വികസന നേട്ടത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. കാരണം നിലവിൽ 1.5 മണിക്കൂർ ഒരു 20 മിനിറ്റിലേക്ക് ചുരുങ്ങുകയാണ്. അത്രയും മൂന്നിൽ ഒന്ന് താഴെ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് ചുരുങ്ങുന്നു എന്ന ഒരു പ്രാധാന്യമുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു നേട്ടമായി തന്നെ കാണാം. ഒപ്പം ഇവിടെ ഒരു ടോൾ ഉണ്ട് എന്നതൊരു പ്രതിസന്ധിയാണ്. പക്ഷേ ടോൾ എന്നത് മാറ്റി നിർത്തിയാൽ ദേശീയപാതയുടെ ആദ്യ റീച്ചുകളൊക്കെ പൂർത്തിയാകുന്നതോടുകൂടി ഈ പാത, അതായത് 45 മീറ്ററിൽ 6 വരിയും 5.5 മീറ്ററിൽ സർവീസ് റോഡും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണത്. നാടിന് അത്രയും ഗുണം ചെയ്യുന്ന പദ്ധതിയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ അവകാശവാദങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിഷയം കൂടിയായി മാറുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഹാഷ്മി. സജോ ദേവസ്യാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.